നമസ്കാരം. ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് പൊതുജനം കഴുതയല്ല സാർ. ഒരു വാർത്താ മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പോടെ നമ്മൾ ആരംഭിക്കുന്നു പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. നമ്മൾ ആദ്യം പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. അവിടെ ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. പള്ളിക്കൽ സ്വദേശിനി തസ്ലീമയാണ് സ്വകാര്യ ബസ് ശരീരത്തിലൂടെ കയറി ഇറങ്ങി മരിച്ചത്. രാമനാട്ടുകര പെട്രോൾ പമ്പിന് സമീപമായിരുന്നു അപകടം. ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന തസ്ലീമയെ ബസ് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതേസമയം താമരശ്ശേരിയിൽ KSRTC ബസ്സിൽ നിന്ന് തെറിച്ചു വീണ യാത്രക്കാരിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ചില പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ആദ്യം അതിലേക്ക്. കുന്നമംഗലം മുതലേ ഈ ബസ്സിന് പുറകിൽ ഓണടിച്ച് വല്ലാണ്ട് ഓണടിച്ച് വരുന്നുണ്ട്. കുന്നമംഗലത്ത് ഇതുപോലെ ഒരു പ്രാവശ്യം കട്ട് ചെയ്തിട്ട് കയറിപ്പോയി. അന്നേരം ഈ ഡ്രൈവർ ചവിട്ടി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ താമരശ്ശേരി എത്തി കഴിഞ്ഞപ്പം ഈ ബസ് നേരെ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഇവർ സഡനായിട്ട് ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് കട്ട് ചെയ്ത് പോയി. കട്ട് ചെയ്തപ്പം ഈ ഡ്രൈവർക്ക് ചവിട്ടാൻ മാത്രമേ പറ്റിയുള്ളൂ. അപ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് ചേച്ചി തെറിച്ച് അവിടെ വീണു. ഇവന്മാർ നോക്കിയിട്ട് അങ്ങനെ പോയി. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, ഈ കോഴിക്കോട്ടെ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടം എന്നത് നമ്മൾ നിരന്തരമായി കേൾക്കുന്നതാണ്. അവിടെ ആളുകൾ മരിച്ചു വീഴുന്നു. പക്ഷെ അപ്പോഴും ഈ ബസ്സുകൾക്ക് ആദ്യം മുന്നിലെത്തണമെന്നതേ ഉള്ളൂ എന്നത് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ്. എന്താണ് ഇന്ന് രാമനാട്ടുകരയിൽ സംഭവിച്ചത്? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് നമ്മൾ കണ്ടതാണ് പേരാമ്പ്ര കുറ്റ്യാടി റൂട്ടിലെ ബസ്സുകളുടെ മത്സരോട്ടം. അതിനെ തുടർന്ന് ഒരു വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമായ സംഭവം, ദിവസങ്ങളോളം അവിടെ നടന്ന സമരം, അതെല്ലാം കണ്ടതാണ്. അതിന് പിന്നാലെ ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ടായിരുന്നു, സർക്കാർ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഇടപെടലൊന്നും തന്നെ ഈ ബസ്സുകളുടെ മത്സര ഓട്ടത്തിന് അല്ലെങ്കിൽ മരണപ്പാച്ചിലിനൊന്നും തന്നെ അത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രാമനാട്ടുകരയിൽ ഇന്ന് വൈകുന്നേരം 3 മണിക്കുണ്ടായ സംഭവം. ഒരു വീട്ടമ്മയ്ക്ക് 55 വയസ്സുള്ള പള്ളിക്കൽ സ്വദേശി തസ്ലീമയ്ക്കാണ് ജീവൻ നഷ്ടമായത്. ബസ്സുകളുടെ മത്സര ഓട്ടത്തിൽ കോഴിക്കോട് നിന്നും മഞ്ചേരിയിലേക്ക് വരികയായിരുന്ന TPS എന്ന സ്വകാര്യ ബസ്സാണ് ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിനെ പിന്നിൽ ഇടിച്ചത്. ഇവർ തെറിച്ച് റോഡിലേക്ക് വീഴുകയായിരുന്നു. ഈ TPS ബസ്സിൻ്റെ പിൻവശത്തെ ടയർ കയറി ഇറങ്ങിയാണ് ഇവർക്ക് ആദ്യം ഗുരുതരമായ പരിക്കായിരുന്നു. അടുത്തുള്ള തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ നഷ്ടമായില്ല. ആ വീട്ടമ്മയ്ക്ക് അങ്ങനെ ജീവൻ നഷ്ടമായി. ബസ്സുകളുടെ മത്സര ഓട്ടത്തിൽ തന്നെയാണ് ഈ ഒരു ജീവൻ നഷ്ടമായിട്ടുള്ളത്. മറ്റൊരു സംഭവം ഇന്ന് കോഴിക്കോട്ടുണ്ടായത് കോഴിക്കോട് താമരശ്ശേരിയിലാണ്. താമരശ്ശേരിയിൽ സമാനമായ രീതിയിൽ അമിത വേഗത്തിൽ വരുന്ന ഒരു ബസ്, സ്വകാര്യ ബസ്, ഗരുഡൻ എന്ന് പറയുന്ന സ്വകാര്യ ബസ്, ആ ബസ്സിൻ്റെ വേഗം കണ്ട് KSRTC ബസ് ഡ്രൈവർ ബ്രേക്ക് പിടിച്ചു. അങ്ങനെ KSRTC ബസ്സിലുണ്ടായിരുന്ന ജീവനക്കാരി തെറിച്ചു വീണു. അവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവർ ആദ്യം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കാണിച്ചു. പക്ഷേ അവരുടെ പരിക്ക് ഗുരുതരമായതുകൊണ്ട് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ നമ്മൾ ആ ബസ്സിലെ ജീവനക്കാരുടെ അല്ലെങ്കിൽ ബസ്സിലെ യാത്രക്കാരുടെ പ്രതികരണമാണ് കണ്ടത്. ഈ ഗരുഡൻ എന്ന ബസ് തുടർച്ചയായി ഓവർടേക്ക് ചെയ്യാനും അല്ലെങ്കിൽ അമിത വേഗത്തിൽ വന്നതും ഈ ബസ്സിലെ യാത്രക്കാരെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. ബസ്സുകളുടെ മത്സര ഓട്ടം അവസാനിപ്പിക്കാനുള്ള ഇടപെടൽ സർക്കാർ തലത്തിലെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഫലം കാണുന്നില്ല. നിരത്തിൽ ഇത്തരത്തിൽ ജീവനുകൾ പൊലിയുന്നു ബസ്സുകളുടെ മരണ ഓട്ടം കൊണ്ട് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രാമനാട്ടുകരയിൽ ഈ വീട്ടമ്മയ്ക്ക്, അതായത് തസ്ലീമ എന്ന് പറയുന്ന 55 വയസ്സുള്ള വീട്ടമ്മയുടെ ഒരു മരണത്തിലേക്ക് എത്തിയ സംഭവം. വിജയകുമാർ. തുടർച്ചയായി ഇത്തരം അപകടങ്ങൾ, ഇത് കേവലം അപകടമെന്ന് പറഞ്ഞുകൂടാ, നമ്മൾ മനുഷ്യർ സൃഷ്ടിച്ചെടുക്കുന്നതാണ്. സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗമാണ് അത്. കോഴിക്കോട് തുടർച്ചയായി അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കൊച്ചിയിലും തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഈ വാർത്ത വരുന്ന ആദ്യത്തെ ദിവസങ്ങളിൽ, ആദ്യത്തെ മണിക്കൂറുകളിൽ ഉണ്ടാകുന്ന പ്രതികരണം മാത്രമേ ഉള്ളൂ. ഇതിനൊരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇയാളെ കൊല്ലുന്ന ബസ്സുകൾ വീണ്ടും വീണ്ടും നിരത്തിലിറങ്ങുകയും കൂടുതൽ ആളുകളെ കൊല്ലുകയും അങ്ങനെ കൊല വിളിച്ച് നമ്മുടെ നിരത്തുകളിലൂടെ പായുകയും ചെയ്യുന്നു എന്നത് നമ്മളിങ്ങനെ നിശബ്ദം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അവസാന വിധം കോഴിക്കോട് ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. മിഥിലയാണ് വിവരങ്ങൾ നൽകിയത്. നമ്മളുടെ പതിവ് വാർത്താ പരിപാടികളിലേക്ക് കടക്കുകയാണ്. കെടുകാര്യസ്ഥതയുടെ ആസ്ഥാനമായി മാറിയിരിക്കുകയാണ് കോട്ടയം നഗരസഭ. തിരുനക്കരയിൽ പഴയ ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും പൊളിച്ചിട്ട് വർഷം 3 കഴിഞ്ഞു. പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ ഒരു നടപടിയും ഇതുവരെയില്ല. യാത്രക്കാരുടെ ദുരിതം കണ്ടില്ലെന്ന് നടിക്കുന്ന നഗരസഭാ ഭരണാധികാരികൾക്ക് ഞങ്ങളിതാ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു.
കോട്ടയം നഗരത്തിലുള്ള തിരുനക്കര ബസ് സ്റ്റാൻഡ് ഒരുപാട് യാത്രക്കാർക്ക് പ്രയോജനം ചെയ്തിരുന്നതാണ്. ഇവിടെയുണ്ടായിരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ കാലപ്പഴക്കം ഭീഷണിയായതോടെ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ നഗരസഭ തീരുമാനിച്ചു. 2022 പഴയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് പൊളിച്ചു. എന്നാൽ ഇതുവരെ പുതിയത് നിർമ്മിച്ചിട്ടില്ല. ഇതോടെ വലിയ ദുരിതമാണ് യാത്രക്കാർക്കും കച്ചവടക്കാർക്കുമെല്ലാം ഉണ്ടായിരിക്കുന്നത്. നവംബർ 10 കൗൺസിൽ കൂടി തീരുമാനിച്ചിരുന്നു ഞങ്ങളെ പുനരധിവസിപ്പിക്കാൻ. അതിൽ ഇവർക്ക് കുറച്ച് പേർക്ക് മാത്രം 4-5 പേർക്ക് മാത്രം കൊടുത്തുള്ളൂ, ബാക്കി ഞങ്ങളുടെ കൊടുത്തില്ല. പിന്നെ വൈസ് ചെയർമാനൊക്കെ പറയുന്ന അങ്ങനെ കൊടുക്കാനുള്ള ബാധ്യതയൊന്നും നഗരസഭയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞു പോകാം. അപ്പോൾ കൗൺസിലിൻ്റെ ആ തീരുമാനം വെച്ചുകൊണ്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധിയായി. നഗരസഭയ്ക്ക് ഉടനെ പണിയാൻ പറ്റുന്നില്ലെങ്കിൽ താൽക്കാലിക കടമുറികൾ പണിയാൻ ഞങ്ങളെ അനുവദിക്കണമെന്നും പുതിയ കെട്ടിടം വരുന്ന സമയത്ത് ഞങ്ങളത് പൊളിച്ചു മാറ്റിക്കൊള്ളാമെന്ന്. അങ്ങനെ ഉത്തരവുണ്ടായത് ജൂൺ 17. എന്നിട്ടിപ്പം 4 മാസം വൈകിച്ച് ആ ഉത്തരവ് വന്നിട്ട്. ബസ് സ്റ്റാൻഡ് ഇല്ലാതായതോടെ താൽക്കാലിക ഷെഡിലാണ് യാത്രക്കാർ കാത്തിരിക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ സ്റ്റാൻഡിലൂടെ ബസ്സുകളുടെ യാത്രയും ദുരിതം. കോംപ്ലക്സ് പൊളിച്ചപ്പോൾ പുറത്താക്കിയ 37 വ്യാപാരികളുടെ കാര്യത്തിലും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായിട്ടും DPR പോലും ഇതുവരെ നഗരസഭ തയ്യാറാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതിയ സ്റ്റാൻഡിന്റെ നിർമ്മാണം ഇനിയും വൈകുമെന്നാണ് സൂചന. സാമ്പത്തിക ക്രമക്കേടുകൾ അടിക്കടി നടക്കുന്ന കോട്ടയം നഗരസഭയിലാണ് വികസന പ്രവർത്തനങ്ങളും മുടങ്ങിക്കിടക്കുന്നത്. അടിയന്തരമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒറ്റ സ്വരത്തിൽ പറയുന്നു. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. എന്താണ് ഇക്കാര്യത്തിൽ കോട്ടയത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് കേൾക്കാം. ഞങ്ങളെല്ലാം ഇവിടുന്ന് ഇറക്കി വിട്ട് ഉടനെ തന്നെ പണിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അങ്ങാപ്പുറത്തെ പാർക്കിങ്ങിലേക്ക് വിട്ടത്. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ അതുപോലെ തന്നെ 2 വർഷം കഴിഞ്ഞിട്ട് ഇതിന് എല്ലാം കഴിഞ്ഞ് രണ്ടാമത് ഇവിടെയായിട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ എന്ത് നടക്കുന്നു എന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. അതിനെപ്പറ്റി ഒരു തീരുമാനം എന്നാ ഇത് തുടങ്ങും എന്നുള്ളത് നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല. പൊളിക്കുന്നത് പൊളിച്ചു, ഏത് സാധനം പൊളിച്ചിടുക എന്നുള്ളതല്ലാതെ തിരിച്ച് ചെയ്യുന്ന ഒരു പരിപാടി കുറവാണല്ലോ. ഇവിടെ ജില്ല വരുന്ന ആൾക്കാർ കൂടുതലും കോട്ടയം മെഡിക്കൽ കോളേജിലും കുട്ടികളുടെ ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലും പോകുന്ന ആൾക്കാരാണ്. അവർക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതയായിട്ടാണ് വരുന്നത്. അവർക്ക് ഈ ഇവിടെ ഇങ്ങനെ കയറി കഴിയുമ്പോൾ പണ്ടേ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ ഇവിടെ അങ്ങനെ കഴിയുമ്പോൾ അവർ ശാരീരികമായ ഭയങ്കരമായ അസ്വസ്ഥതയുണ്ടാവും. ഇവിടെ ഈ സ്റ്റാൻഡും വഴി ഇതെല്ലാം പോയി കിടക്കുന്നു. ഇവിടെ കെട്ടിടം പണിയാനാണെന്ന് പറഞ്ഞ് പൊളിച്ചിട്ടിപ്പം വർഷങ്ങളായി. ഇവിടെ ഒരു കെട്ടിടം വേറെ കാറ് നിർത്തിയിട്ടിട്ടുണ്ട്. ഇത് കാലപ്പഴക്കം ചെന്നതാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇത് അപകട ഭീഷണിയാണെന്നും പറഞ്ഞാണ് ഇത് പൊളിച്ചത്. ആ പൊളിച്ചത് ഇതുവരെ അവർ പണിയാനായിട്ടുള്ള പരുവത്തിലല്ലല്ലോ ഇത് പൊളിച്ചത്. അത് തന്നെ നമുക്ക് ആരായിക്കാലോ, ഒരു കെട്ടിടം മെയിൻ്റെനൻസ് ചെയ്ത് പോകാമല്ലോ. അത് ചെയ്യാതെയാണ് അവരിപ്പോൾ ഇത് പൊളിച്ചു മാറ്റിയത്. നമ്മൾ ഇന്ന് തുടക്കത്തിൽ പറഞ്ഞ ഈ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടം, അത് ജീവൻ എടുക്കുന്നതിൻ്റെ ആ റിപ്പോർട്ടിനോട് ധാരാളം പ്രേക്ഷകരാണ് പ്രതികരിക്കുന്നത്. വലിയ രോഷത്തോടെയാണ് എല്ലാവരും പ്രതികരിക്കുന്നത്. അതിൽ സീന മുഹമ്മദ് പറയുന്നത് കൊച്ചിയിൽ പ്രൈവറ്റ് ബസ്സിലുള്ള യാത്ര എന്നത് ഒരു സാഹസിക യാത്രയാണ് എന്ന് പറയുന്നു. അംഗവൈകല്യമില്ലാതെ വീട്ടിലെത്തിയാൽ ഭാഗ്യം. 100% ശരിയാണ്. കൊച്ചിയിലെ സ്വകാര്യ ബസ്സുകളുടെ ഈ ജീവൻ എടുക്കുന്ന യാത്ര എത്രയോ കാലങ്ങളായി നമ്മൾ കാണുകയാണ്. സീന മുഹമ്മദ് പറഞ്ഞു 100% ശരിയാണ്. അത് ഇപ്പോഴെല്ലാവരും അതിനോട് പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ കോഴിക്കോട്ടെ സംഭവം, അത് രവികുമാർ PB പറയുന്നു ബസ്സുകളുടെ മത്സര ഓട്ടത്തിന് അധികാരികൾ കൂടി ഉത്തരവാദികളാണ് എന്ന് പറയുന്നു. വസന്തകുമാരി പറയുന്നത് ഇതും അധികാരികൾ തന്നെയാണ് അത് ചെയ്യേണ്ടത്. എന്തായാലും ഈ ബസ് ഉടമകളോ ഡ്രൈവർമാരോ ഇത് ഇടപെടില്ല. അപ്പോൾ അധികാരികൾ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന് ചോദിക്കുന്നു. ഇങ്ങനെ ആരിഫ് ഹാഷ്മി കളത്തൂർ പറയുന്നതും അധികാരികൾ ഇതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ഉറങ്ങുന്നത് കൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കുന്നത് എന്ന് പ്രേക്ഷകർ ധാരാളമായി പറയുന്നു. എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ ജനങ്ങൾക്കുള്ള വികാരമാണ് അവർ ഈ സന്ദേശങ്ങളിലൂടെ നമ്മളെ അറിയിക്കുന്നത്. അത് ബന്ധപ്പെട്ടവർ, അധികാരികൾ, ഗതാഗത വകുപ്പൊക്കെ കാണട്ടെ, കേൾക്കട്ടെ, നടപടിയെടുക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം, ആഗ്രഹിക്കാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. ഒരു കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗമായിരുന്ന ഒരു വഴിയോര വിൽപ്പനശാല തകർത്ത സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്താതെ പോലീസിന്റെ ഒളിച്ചുകളി. 2 ദിവസം മുൻപാണ് തിരുവനന്തപുരം പോത്തൻകോട് ഒരു പായസക്കട ഒരു സംഘം ആളുകൾ തകർത്തത്. റസീനയുടെയും കുടുംബത്തിന്റെയും ഉപജീവന മാർഗം ഇല്ലാതാക്കിയവരെ കണ്ടെത്താൻ പോലീസ് ഒന്നും ചെയ്യുന്നതേയില്ല. ആ റിപ്പോർട്ടിലേക്ക്. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് പോത്തൻകോട് കാട്ടായിക്കോണം ജംഗ്ഷനിൽ പായസം വിറ്റ് ഉപജീവനം നടത്തുന്ന റസീനയുടെ കട മദ്യപിച്ചെത്തിയ 2 അംഗ സംഘം വാഹനമിടിച്ച തകർത്ത് കളഞ്ഞത്. ഇക്കഴിഞ്ഞ 18 വൈകുന്നേരം 4 മണിയോടെയാണ് 2 അംഗ സംഘം പായസം വാങ്ങാനായി റസീനയുടെ താൽക്കാലിക കടയിലെത്തിയത്. പായസം കഴിച്ചതിനു ശേഷം പാഴ്സൽ ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും പായസം തീർന്നിരുന്നു. പാഴ്സൽ നൽകാത്തതിനെ തുടർന്ന് കടയിലുണ്ടായിരുന്ന റസീനയുടെ മകനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. അപ്പോഴേക്കും അവിടെ എത്തിയ മാതാവ് റസീന ഇക്കാര്യം ചോദ്യം ചെയ്തു. തുടർന്നാണ് യുവാക്കളെത്തിയ വാഹനത്തിൽ കയറി ആ വാഹനം ഉപയോഗിച്ച് കട ഇടിച്ചു തകർത്തത്.
സംഭവത്തിൽ പോത്തൻകോട് പോലീസിൽ പരാതി നൽകിയിട്ടും നിസ്സാര വകുപ്പുകൾ മാത്രം ചുമത്തി കേസെടുത്തു എന്നാണ് ആക്ഷേപം. അല്ല, പ്രതികളെ പിടികൂടിയിട്ടൊന്നുമില്ല. ജസ്റ്റ് നമ്മളന്ന് ഞാനൊരു പരാതി കൊടുത്തു. എൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലാണ് പുള്ളി സംസാരിച്ചത്. അതിനുശേഷമാണ് ആ കട ഇടിച്ച് തകർത്ത് തരിപ്പണമാക്കി. ഇന്നിപ്പം 18-ാം തീയതി നടന്ന സംഭവമാണ്. ഈ 3 ദിവസമായിട്ട് ഞങ്ങൾക്ക് ഇൻകം ഇല്ല. ഞങ്ങളുടെ ആ ഒരു ജീവിത മാർഗ്ഗമാണ് ആ തകർത്ത് തരിപ്പണമാക്കി ഇട്ടേക്കുന്നത്. ഞങ്ങൾ കരുതി അറ്റ്ലീസ്റ്റ് ഒരു മഹസർ എഴുതാൻ ഒരു പോലീസുകാരനെങ്കിലും വരുമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ സാധനങ്ങളൊന്നും മാറ്റിയിട്ടില്ല. ഇപ്പം ഞങ്ങൾ ഇന്ന് രാവിലെയും പോലീസ് സ്റ്റേഷനിൽ പോകുന്ന വഴി നോക്കിയപ്പോൾ പല സാധനങ്ങളും കാണാനില്ല. ആ ഒരു അവസ്ഥയിൽ അതെപ്പോഴും അനാഥമായിട്ട് അവിടെ തന്നെ കിടക്കുകയാണ്. വാഹനം പിന്നോട്ടെടുത്ത 2 തവണയാണ് ഈ താൽക്കാലിക ഷെഡിലേക്ക് ഇടിച്ചു കയറിയത്. ഈ സമയം റസീനയുടെ മകൻ ഈ കടയ്ക്കുള്ളിലുണ്ടായിരുന്നു. അത്ഭുതകരമായാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. സംഭവത്തിന് ശേഷം പോലീസ് വാഹനത്തിന്റെ നമ്പർ തിരിച്ചറിഞ്ഞ പ്രതികളെ ബന്ധപ്പെട്ടു. ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് നേതാക്കളാണെന്നും സ്റ്റേഷനിൽ വരാൻ മനസ്സില്ലെന്നുമായിരുന്നു പോലീസിനോട് ഇവർ പറഞ്ഞത്. സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ പോലീസ് പ്രതികളെ പിടികൂടിയിട്ടില്ല. വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടില്ല. അപ്പോൾ മോൻ്റെ മൊഴി മാത്രം എടുത്തുകൊണ്ട് അവനെ റോഡിൽ വെച്ച് ചീത്ത വിളിച്ചു എന്നുള്ളൊരു പബ്ലിക് ന്യൂസൻസിനാണ് കേസ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ തന്നെ പേരിലൊരു കേസ് കൊടുക്കുകയും എനിക്ക് റെസിപ്റ്റ് ആവശ്യപ്പെട്ട് രാത്രി 11 മണി വരെ ആ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. എനിക്ക് എന്നെ പുറത്ത് നിർത്തിയിട്ട് മോനെ മാത്രം അകത്ത് വിളിച്ച് നിർത്തി സംസാരിക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ പായസക്കടയ്ക്ക് ലൈസൻസ് ഉണ്ടോ, ഹെൽത്ത് കാർഡ് ഉണ്ടോ, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വന്നത്. പൊതുമധ്യത്തിൽ വെച്ച സ്ത്രീത്വത്തെ അപമാനിച്ചു. 18 വയസ്സ് മാത്രമായ മകനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. പക്ഷേ ഇതുവരെ അത്തരം വകുപ്പുകളൊന്നും ചുമത്താൻ പോലീസ് തയ്യാറായിട്ടില്ല. കുറ്റവാളികളായ യുവാക്കൾ ഒളിവിലെന്നാണ് പോത്തൻകോട് പോലീസ് പറയുന്നത്. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ എറണാകുളത്തേക്ക് വരികയാണ്. അവിടെ പ്രശ്നം കുടിവെള്ളം തന്നെയാണ്. അമൃത് പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചതിന് ശേഷമാണ് മട്ടാഞ്ചേരിയിലെ പ്രശ്നം കൂടുതൽ സങ്കീർണമായത്. പ്രശ്നപരിഹാരത്തിന് വേണ്ടിയാണ് ഈ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചത്. പക്ഷേ അപ്പോഴേക്കും പ്രതിസന്ധി ഇരട്ടിയായി എന്നാണ് നാട്ടുകാരുടെ പരാതി. പണ്ട് ലഭിച്ചിരുന്ന വെള്ളം പോലും ഇപ്പോൾ കിട്ടുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു. വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് ഉപരോധിച്ചിട്ടും ഒരു രക്ഷയുമില്ല, ഒരു ഫലവുമില്ല. ഞങ്ങളുടെ ഇവിടെയൊക്കെ വെള്ളമൊന്നും വന്നില്ല. എത്രയോ നാളായി വെള്ളം വന്നിട്ട് എങ്ങനെ വെള്ളം കുടിക്കും? 5:45 വന്നു കഴിഞ്ഞാൽ ഒരു 6-6:15 ഇത് ഞങ്ങൾക്ക് കിട്ടണില്ല. We complained about that as well, and the authorities, the assistant engineer said she would look into the matter. ഈ ലൈൻ പോകുന്ന ഈ കാണയിൽ കൂടെ പൈപ്പ് പോയിട്ടുണ്ട്. അപ്പോൾ എവിടെ പൊട്ടിയിരിക്കണം എങ്ങനെയൊന്നും നമുക്കറിയില്ല. നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സൗകര്യം പോലെ എപ്പോഴെങ്കിലും വരും. മട്ടാഞ്ചേരിയിലെ 1, 5, 6 എന്നീ വാർഡുകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി പ്രശ്നപരിഹാരത്തിന് നാട്ടുകാർ മുട്ടാത്ത വാതിലുകളില്ല. കൈക്കുഞ്ഞുങ്ങളും വൃദ്ധരും കിടപ്പുരോഗികളും അടക്കം നിരവധി പേരാണ് ദുരിതമനുഭവിക്കുന്നത്. ഇവിടെ ഈ വെള്ളത്തിന് ക്ഷാമം വന്നപ്പോൾ ഇവിടെ എങ്ങും വെള്ളം വന്നില്ലെങ്കിൽ ഈ പൈപ്പിൽ വരും. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ 2-3 കുടം വെള്ളം കൊണ്ടു. ഈ പൈപ്പ് വലിച്ചതിന് ശേഷം ഈ പൈപ്പിന് എന്ത് പറ്റിയെന്ന് മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി. ഞങ്ങൾ പൊതുവേ ഇപ്പം ഇടയ്ക്കൊക്കെ കുപ്പിവെള്ളം വാങ്ങിക്കും. മറ്റേ വലിയ കുപ്പിയില്ലേ, അത് വാങ്ങിക്കും. പിന്നെ മോട്ടർ ഉണ്ട്, പക്ഷെ അടിച്ചാലും വെള്ളം കയറണില്ല. ഇങ്ങനെയുണ്ട് ഒരു സ്ഥലവും കണ്ടിട്ടില്ല. ആ സ്ഥലത്ത് അപ്പുറത്തൊക്കെ നല്ലപോലെ ചാടി വന്നു വെള്ളം. എന്താണ് ഇവിടെ വരാത്തത്? എന്ത് കാരണം എന്നറിയാൻ പാടില്ല. അമൃത് പദ്ധതിയുടെ പേരും പറഞ്ഞ് വീടുകളിൽ പൈപ്പുകൾ സ്ഥാപിച്ചു. ടാപ്പുകൾ തുറന്നാൽ വെള്ളത്തിന് പകരം വായു മാത്രം കൃത്യമായി ലഭിക്കുന്നുണ്ട്. മുൻപ് സ്പെഷ്യൽ പമ്പിങ്ങും വാട്ടർ ബൂസ്റ്റിംഗും ഉണ്ടായിരുന്നു. അപ്പോൾ കുടിവെള്ളത്തിനും പ്രശ്നമുണ്ടായിരുന്നില്ല. എന്നാൽ ഈ നടപടികൾ നിർത്തിയതിനു ശേഷം ടാങ്കറുകളിൽ വീടുകളിലേക്ക് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും വെള്ളം എത്തിക്കേണ്ട ഗതികേടാണ്. ആഴ്ചയിൽ 3 ദിവസം സ്പെഷ്യൽ പമ്പിങ്, അതായത് 12 മണി മുതൽ ഒരു 4 മണി വരെയുള്ള പമ്പിങ്ങിൽ ഞങ്ങൾക്ക് ഇവിടെ ആഴ്ചയിൽ 3 ദിവസത്തെ ആ സ്പെഷ്യൽ പമ്പിങ്ങിൽ വെള്ളം ലഭിച്ചു. പാഴൂർ പദ്ധതി കൊച്ചിയിലേക്ക് പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്പെഷ്യൽ സംവിധാനം മാറ്റിയിട്ട് സ്പെഷ്യൽ പമ്പിങ്ങിൻ്റെ സമയം മാറ്റി ഞങ്ങൾക്ക് ബൂസ്റ്റിംഗ് എന്നുള്ളൊരു സംവിധാനം നിലവിൽ കൊണ്ടുപോകും. കുടം വെക്കേണ്ട താമസമുള്ളൂ, അപ്പോൾ തന്നെ ഞങ്ങൾക്ക് നിറയും. അങ്ങനെയുള്ളൊരു സംവിധാനത്തിലാണ് വെള്ളം ലഭിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളാരും ആ സ്പെഷ്യൽ പമ്പിംഗ് സംവിധാനം നിർത്തിയതിനെ എതിർത്തില്ല. അമൃത് പദ്ധതിയിൽ ഇവിടെ എല്ലാ വീടുകളിലും പൈപ്പ് കണക്ഷൻ കൊടുത്തത്. അതിനുശേഷം ഈ വന്നിരുന്ന ഞങ്ങൾക്ക് ലഭിച്ചിരുന്ന വെള്ളം എവിടെ പോയിന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് എല്ലാവരും മോട്ടോർ വെച്ച് ഉപയോഗിക്കുക, അതാണ് പരിഹാരം വന്നത്. അപ്പോൾ എല്ലാവരും വീടുകളിൽ മോട്ടോർ ഘടിപ്പിച്ചു കഴിഞ്ഞപ്പോഴുള്ള സംവിധാനം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ബില്ലും കൂടുന്നു, വാട്ടർ ബില്ലും കൂടുന്നു, വെള്ളം മാത്രം കിട്ടില്ല. അല്പാൽപമായി ലഭിക്കുന്ന കുടിവെള്ളത്തിൽ പോലും മലിനജലം കലരുന്നുണ്ട് 1-ാം വാർഡിൽ. ലീക്കുകൾ ഉണ്ട് എന്ന് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുമ്പോഴും നടപടി ഉണ്ടാകുന്നില്ല.
മുൻപ് പൈപ്പ് ലൈനുകൾ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള മരങ്ങളുടെ വേരുകൾ നീക്കം ചെയ്തതിനു ശേഷവും പ്രശ്നം തുടരുകയാണ്. പൈപ്പ് ലൈനിൽ നിന്ന് മോട്ടോർ വെച്ച് വെള്ളമെടുക്കണമെന്ന് ചില ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു. ഇപ്പോൾ കറണ്ട് ബില്ലും വാട്ടർ ബില്ലും കൊടുക്കേണ്ട അവസ്ഥ. പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും പൈപ്പ് ലൈൻ വഴി ഇവർക്ക് ലഭിക്കുന്നില്ലെന്നാണ് പരാതി. 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ആ വീട്ടമ്മയുടെ വരുമാന മാർഗം മുട്ടിച്ച പോത്തൻകോട്, അതിൽ നടപടിയെടുക്കാത്ത പോത്തൻകോട്ടെ പോലീസിനെതിരെ വലിയ പ്രതിഷേധം നമ്മുടെ കമന്റ് ബോക്സിൽ ഉയരുന്നുണ്ട്. പോത്തൻകോട്ടെ പോലീസ്, നിങ്ങൾ എന്താ ഇങ്ങനെ? സാധാരണക്കാർക്ക് നീതി വേണ്ടേ എന്നാണ് കുഞ്ഞു മുഹമ്മദ് ചോദിക്കുന്നത്. മറ്റു പലരും ഏതാണ്ട് സമാനമായ ചോദ്യം ചോദിക്കുന്നു. പാവപ്പെട്ടവരുടെ കൂടെ ആരും ഉണ്ടാകില്ല, അവരുടെ ജീവിതമാർഗം നശിപ്പിച്ചവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കേണ്ടേ എന്ന് ഹസീന ഷാജി ചോദിക്കുന്നു. കഷ്ടമാണ്, അവരുടെ ജീവിതമാർഗം തകർത്തു, എന്തൊരു മനുഷ്യരാണ് ഇവരെന്ന് വസന്തകുമാരി ചോദിക്കുന്നു. അങ്ങനെ ആ വിഷയത്തിലും പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വളരെ ഗൗരവത്തിൽ ഇത്തരം ഈ സാമൂഹ്യ വിരുദ്ധ നീക്കങ്ങളോട് പ്രേക്ഷകർ പ്രതികരിക്കുന്നു എന്നത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഈ പ്രതികരണങ്ങൾ, ഈ പ്രതിഷേധങ്ങളൊക്കെ പോലീസിന്റെ കാതുകളിലേക്ക് എത്തും, ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. അടുത്തത് 24 ഇന്നലെ പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിയിൽ നൽകിയ ഒരു വാർത്തയുടെ തുടർച്ചയാണ്, ഒരു ഫോളോ അപ്പാണ്. വയനാട് ജില്ലയിലെ പള്ളിക്കുന്ന് വെണ്ണിയോട് റോഡ് പുനർനിർമ്മാണത്തിന് തടസ്സം സർക്കാർ നയം എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാരാണ്. 1.5 പതിറ്റാണ്ടായി തകർന്ന തരിപ്പണമായി കിടക്കുന്ന ഗ്രാമീണ റോഡുകൾ ഏറ്റെടുക്കേണ്ടതില്ല എന്നാണ് അത്രേ പൊതുമരാമത്ത് വകുപ്പിന്റെ നിലപാട്. ഇപ്പോൾ ആ റിപ്പോർട്ടിലേക്ക്. കേരളത്തിന്റെ തന്നെ അറിയപ്പെടുന്ന ബാണാസുര ഡാമിലേക്കുള്ള വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള മെയിൻ റോഡാണിത്. അതുപോലെ തന്നെ ഒരു ദിവസം 5000 മുതൽ 6000 വരെ വണ്ടികൾ പോകുന്ന മെയിൻ റോഡാണിത്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ റോഡുള്ളത് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ്. ഇന്നേ വരെ ഈ റോഡിൽ ഒരു അറ്റകുറ്റപ്പണിയോ കാര്യങ്ങളോ നടത്തുന്നില്ല. ഇന്നലെ ഇതേ പരിപാടിയിലാണ് ഈ റോഡിൽ നടന്ന പ്രതിഷേധം 24 ചൂണ്ടിക്കാട്ടിയത്. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള റോഡിലൂടെയാണ് ദുരിതയാത്ര വേണ്ടിവരുന്നത്. യുവാക്കൾ നടത്തിയ പ്രതിഷേധത്തിന് പിന്നാലെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാറിന്റെ പ്രതികരണം. 65 ലക്ഷം രൂപ റോഡിന്റെ നിർമ്മാണത്തിനായി വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ കരാറെടുക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നാണ് പ്രതിസന്ധി. നാളെയും ഈ റോഡിന്റെ ടെൻഡർ നടപടി നടക്കുന്നുണ്ട്. ഇതിൽ 2 ടെൻഡർ കോട്ടത്തറ ഗ്രാമപഞ്ചായത്തും 1 ടെൻഡർ ജില്ലാ പഞ്ചായത്തുമാണ് നടത്തുന്നത്. 2 തവണ ടെൻഡർ നടത്തി കോൺട്രാക്ടർമാരും ഈ റോഡിന്റെ പ്രവൃത്തി ഏറ്റെടുക്കാൻ തയ്യാറായില്ല. നാളെ ടെൻഡർ ഓപ്പണിംഗ് ആണ്. നാളെയും ഈ റോഡ് ടെൻഡറിലുണ്ട്. ഏകദേശം 65 ലക്ഷം രൂപയോളം ആ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിവിധ ഫണ്ടുകളിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. ജില്ലാ പഞ്ചായത്തിന് സംസ്ഥാന സർക്കാർ പ്രതിവർഷം നൽകുന്ന ഫണ്ട് 1,80 ലക്ഷമാണ്. ഈ ഫണ്ട് കൊണ്ട് വേണം 150 കിലോമീറ്ററോളം റോഡുകൾ അറ്റകുറ്റപ്പണി നടത്താൻ. പൊതുമരാമത്ത് വകുപ്പ് ഗ്രാമീണ റോഡുകൾ ഏറ്റെടുക്കില്ല എന്ന നിബന്ധനയാണ് പ്രതിസന്ധിയാകുന്നതെന്നും സംഷാദ് മരക്കാർ പറഞ്ഞു. ഒറ്റത്തവണ പൊതുമരാമത്ത് വകുപ്പ് റോഡ് ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തീകരിച്ച് തദ്ദേശ സ്ഥാപനങ്ങളെ തിരികെ ഏൽപ്പിച്ചാൽ തുടർന്നുള്ള അറ്റകുറ്റപ്പണി സുഗമമായി സാധ്യമാകും. PWD വൺ ടൈം സെറ്റിൽമെന്റിൽ കുറച്ച് വലിയ തുക അനുവദിച്ചാൽ PWD കരാറുകാർ ഇത് ഏറ്റെടുക്കും. പൂർണ്ണമായി റോഡ് ഗതാഗത യോഗ്യമാക്കിയതിനു ശേഷം ജില്ലാ പഞ്ചായത്ത് തിരിച്ചു തന്നാൽ പിന്നീട് എല്ലാ വർഷവും അതിന്റെ മെയിൻ്റനൻസ് ജില്ലാ പഞ്ചായത്ത് നടത്തിയാൽ മതി. ഈ പദ്ധതി തിരിച്ചു കൊണ്ടുവരണം. ഇത് വയനാടിന് വേണ്ടി മാത്രമല്ല ഞാൻ പറയുന്നത്, കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസമാണ്. വലിയ ബസ് റൂട്ടുള്ള റോഡുകളെങ്കിലും PWD ഏറ്റെടുക്കാൻ തയ്യാറാണ്. പള്ളിക്കുന്ന് വെണ്ണിയോട് റോഡിന്റെ നിർമ്മാണത്തിനായുള്ള പ്രതിഷേധം ന്യായമാണ്. അല്ല, അവരുടെ പ്രതിഷേധം ജനാധിപത്യമാണ്. അവർക്ക് പ്രതിഷേധിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. അവരുടെ റോഡാണത്, അതിനകത്തൊരു തർക്കമില്ല. പക്ഷെ അതിൻ്റെ നമ്മളുടെ ഒരു നിസ്സഹായാവസ്ഥ പണം വെക്കുകയും എസ്റ്റിമേറ്റ് എടുക്കുകയും ടെൻഡർ നടപടി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു കോൺട്രാക്ടർ എടുക്കുന്നില്ല എന്നല്ല. ഈ സമരം ചെയ്യുന്ന എല്ലാവരും കൂടി ചേർന്ന് പറ്റാവുന്ന കോൺട്രാക്ടർമാർ ഈ പദ്ധതി ഏറ്റെടുപ്പിക്കാൻ കൂടി തയ്യാറാവുകയും ആ വർക്ക് മുന്നോട്ട് പോകാൻ അവരുടെ സഹായം കൂടി ചെയ്യുക എന്നുള്ളതാണ്. ബാണാസുര അണക്കെട്ടിലേക്ക് അടക്കം പോകുന്ന യാത്രക്കാർ ആശ്രയിക്കുന്ന പ്രധാന റോഡാണിത്. വൻ കുഴികൾ താണ്ടിയുള്ള യാത്ര ഏറെ ദുസ്സഹമാണ്. ഗ്രാമീണ റോഡ് എന്ന പരിധിക്കപ്പുറമാകേണ്ടതാണ് വെണ്ണിയോട് പള്ളിക്കുന്ന് പാത. സഞ്ചാരികളടക്കം ആശ്രയിക്കുന്ന റോഡാണിത്. അതിനാൽ തന്നെ ഉയർന്ന നിലവാരത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കേണ്ടതുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് റോഡ് ഏറ്റെടുക്കണമെന്നാണ് ജില്ലാ പഞ്ചായത്തും ആവശ്യപ്പെടുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ.
കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ജില്ലകളിലും കനത്ത മഴ പെയ്യുന്നുണ്ട് എന്നതാ എല്ലാവരും നമ്മുടെ കമന്റ് ബോക്സിൽ അക്കാര്യം പറയുന്നുണ്ട്. കോട്ടയം, അതുപോലെ എറണാകുളം, തൃശ്ശൂർ, അതുപോലെ വടക്കൻ കേരളത്തിൽ പലയിടത്തും വലിയ മഴ പെയ്യുന്നുണ്ട്. നാളെ അവധി തരുമോ എന്നാണ് പലരും കളക്ടറോട് ചോദിക്കുന്നത്. എന്തായാലും ഇതുവരെ അവധി സംബന്ധിച്ചുള്ള ഒരു സന്ദേശവും വന്നിട്ടില്ല. തെറ്റിദ്ധാരണാജനകമായ വിവരങ്ങൾ ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അവധി തരുന്നുവെങ്കിൽ അക്കാര്യം കളക്ടർമാർ ഔദ്യോഗികമായി അറിയിക്കും. നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട്. കർണാടക മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ തിക്കിലും തിരക്കിലും പെട്ട് 12 പേർക്ക് പരിക്കേറ്റു എന്നാണ്. ദക്ഷിണ കന്നഡ ജില്ലയിലെ പുത്തൂരിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിക്കിടെയാണ് അപകടമുണ്ടായത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്ന. പരിക്കേറ്റവരെയൊക്കെ തിടുക്കത്തിൽ തന്നെ ആശുപത്രികളിലേക്ക് മാറ്റുകയാണ്. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകും. അരുൺ, എന്തു പരിപാടിയിലാണ് ഈ വലിയ തിരക്കുണ്ടായത്? ഇപ്പോൾ ഈ നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയിൽ തിക്കും തിരക്കും ഉണ്ടാകാതിരിക്കാനൊക്കെയുള്ള പുതിയ ക്രമീകരണങ്ങൾ ഈ കരൂർ സംഭവത്തിന് ശേഷം പലയിടത്തുമുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? വിജയകുമാർ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ദക്ഷിണ കന്നഡ ജില്ലയിലെ പുത്തൂർ മണ്ഡലത്തിൽ സംഘടിപ്പിച്ച പുത്തൂർ കോൺഗ്രസ് എം എൽ എ ആണ് അശോക് റായുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി ഉള്ളൊരു പരിപാടിയായിരുന്നു. പലതരത്തിലുള്ള ഈ മണ്ഡലത്തിലെ ബഹുജനങ്ങൾക്ക് ഈ സഹായങ്ങൾ കൈമാറുന്ന ഒരു പരിപാടിയായിരുന്നു. ആ പരിപാടിയിലാണ് ഈ അപകടം ഉണ്ടായത്. പുത്തൂർ താലൂക്ക് സ്റ്റേഡിയത്തിലാണ് ഈ പരിപാടി നടന്നത്. സംഘാടകർ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ബഹുജനങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുത്തു. അങ്ങനെയാണ് ആ പരിപാടിയുടെ മുഖ്യാതിഥി കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യ ആയിരുന്നു. സിദ്ധരാമയ്യ സംസാരിച്ചതിന് ശേഷമാണ് ഈ അപകടം, ഈ തിക്കും തിരക്കും ഉണ്ടായത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പെട്ടെന്നുണ്ടായ തിക്കും തിരക്കിലും ശ്വാസമുട്ടലും ദേഹാസ്വസ്ഥ്യം ഉൾപ്പെടെ നേരിട്ട് 12 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. പക്ഷെ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ 8 പേർ ഇപ്പോൾ തന്നെ ആശുപത്രി വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നവരുടെ നില തൃപ്തികരമാണ് എന്നതാണ് ആശ്വാസകരമായ. സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾപ്പെടെ 12 പേർക്കാണ് പരിക്കേറ്റത്. ദക്ഷിണ കന്നഡ ജില്ലയിലെ പുത്തൂരിലാണ് ഈ പരിപാടി നടന്നത്. എന്നാൽ ആരുടെയും പരിക്ക് സാരമുള്ളതല്ല എന്നൊരു ആശ്വാസ വിവരം കൂടി വരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ കാട്ടാനെ പേടിച്ചാണ് വാഹനയാത്രക്കാർ. കബാലി ഇന്ന് ഗതാഗതം തടഞ്ഞത് എത്രയോ മണിക്കൂറുകളോളമാണ്. ജാഗ്രത വേണമെന്ന് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനിടെ പാലപ്പള്ളിയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്തു. വന്യജീവി ആക്രമണങ്ങളാൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് തൃശൂർ. അതിനിടയിലാണ് ഒറ്റയാൻ, കബാലിയും കാട്ടാനക്കൂട്ടവുമൊക്കെ നാട് വിറപ്പിക്കാൻ ഇറങ്ങുന്നത്. ഇന്നലെ ഈ സമയത്താണ് കബാലി എന്ന ഒറ്റയാൻ അന്തർ സംസ്ഥാന പാതയായ ആനമലയിൽ നിലയുറപ്പിക്കുന്നത്. മതപ്പാടിലുള്ള ഒറ്റയാൻ കബാലി ഇന്നലെ വൈകുന്നേരത്തോടെയാണ് അന്തർ സംസ്ഥാന പാതയിൽ ആനക്കയത്ത് നിലയുറപ്പിച്ചത്. മണിക്കൂറുകളോളം റോഡിന് നടുവിൽ തന്നെ തീറ്റയെടുത്തു നിന്നു. ഇടയ്ക്ക് അല്പനേരം മാറിയെങ്കിലും വീണ്ടും ആന റോഡിന് നടുവിലേക്ക് വന്നതോടെ ഒരു രാത്രി മുഴുവൻ നിരവധി വാഹനങ്ങൾ ഉൾക്കാട്ടിൽ കുടുങ്ങി. നേരം പുലർന്ന് 7:30 ആന റോഡിനോട് ചേർന്ന് ഇല്ലിക്കാട്ടിലേക്ക് കയറിയതോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. നിലവിൽ കുടുങ്ങിക്കിടന്ന വാഹനങ്ങൾ കടത്തിവിട്ടു. മറ്റു വാഹനങ്ങൾക്ക് ചെക്ക് പോസ്റ്റുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. മതപ്പാടുള്ള ആന കാട് കയറുന്നതുവരെ പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് വനം വകുപ്പ്. അതിനിടെ തൃശൂർ പാലപ്പള്ളിയിലും കാട്ടാനക്കൂട്ടമിറങ്ങി. ഹാരിസൺ മലയാളം ഡിവിഷനിൽ എലിക്കോട് പാഡിന് സമീപമാണ് രാത്രിയിൽ കാട്ടാനക്കൂട്ടമിറങ്ങിയത്. വ്യാപക നാശനഷ്ടം വരുത്തി ആനക്കൂട്ടം സമീപത്ത് തന്നെ തുടരുകയാണ്. കബാലി മതപ്പാടിലായതിനാൽ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പാണ് വനം വകുപ്പ് പങ്കുവയ്ക്കുന്നത്. വേനൽ കൂടി അടുക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുണ്ട് എന്നതാണ് സാധ്യത. ഈ സാഹചര്യത്തിൽ എന്തു വേണമെന്നറിയാത്ത നിസ്സഹായാവസ്ഥയിലാണ് തൃശ്ശൂരുള്ളത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. കോഴിക്കോട് കൊടിയത്തൂരിൽ നിന്ന് ഒരു വിവരം കൂടി വരുന്നുണ്ട്. അവിടെ ഒരു കുഴിയിൽ വീണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കുട്ടിയെ മുക്കം ഫയർഫോഴ്സ് എത്തി പുറത്തെടുത്തിട്ടുണ്ട്. മലിനജല സംസ്കരണത്തിനായി ഒരു കുഴി ഉണ്ടാക്കിയിരുന്നു. ആ കുഴിയിലാണ് ഈ കുട്ടി വീണത്. വെള്ളം നിറഞ്ഞു കിടക്കുകയായിരുന്നു എന്നാണ് അറിയുന്നത്. പക്ഷേ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ വരുന്ന വിവരം. കുട്ടിയെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി പുറത്തെത്തിച്ചു. മലിനജല സംസ്കരണത്തിനായി അവിടെ കുഴിയെടുത്തതാണ്. അതിൽ വെള്ളം നിറഞ്ഞു. അതിൽ ഈ കുട്ടി വീഴുകയായിരുന്നു.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.